നമ്മൾ അവരോട് മോണോ ആക്ട് അവതരിപ്പിക്കാൻ നമ്മുടെ ഒരു ആരാ പേരെന്താ? നിരഞ്ജൻ. നിരഞ്ജൻ എവിടുന്നാ? തൃശ്ശൂര്. തൃശ്ശൂർ എവിടുന്നാ? തൃശ്ശൂർ ടൗൺ തന്നെ. സ്കൂൾ ഏതാ? വിവേകോദയം. വിവേകോദയം. അപ്പൊ നമുക്ക് മോണോ ആക്ട് കണ്ടാലോ? ഇങ്ങോട്ട് വരും, നടുക്കേക്ക് വരൂ. ഇവിടെ അല്ല ജങ്ങട്ടാ സിൽമക്ക് രണ്ടാം കളിക്കാവൂല്ലേ? അത് പറഞ്ഞപ്പോഴാ പണ്ട് സത്യം വാസ്ത ഷൂട്ടിങ് ആടെ ഉണ്ടായപ്പോ മൂപ്പര് പാതിരാമടലില് മലന്ന് കിടന്ന് വീടി വലിച്ചു വന്ന സീൻ എടുക്കുന്നു. വീടി കത്തിക്കാൻ നോക്കുമ്പോ തീപ്പെട്ടിയില്ല. മൂപ്പര് ഒറ്റ വീടിയ അതിരോ ഒരു തീപ്പെട്ടി ഉണ്ടോണ്ടാ ഇവിടെ അഞ്ച തീപ്പെട്ടിട്ട് കാണാനുമില്ല. എന്നിട്ട് നമ്മുടെ വീടി കെട്ടിന്ന് പറഞ്ഞെങ്കിൽ എടുത്ത് സമോവാറിന്റെ അടിയിൽ നിന്ന് വലിച്ചോതി കത്തിച്ചാണ്ടി കൊടുത്തി. സിനിമ കൊട്ടകയിൽ വന്നപ്പോ ഈ സീൻ എന്തിട്ടായിരുന്നു? കജ്ജടി ആർക്കാ? സത്യം മാസ്കല്ലായിരുന്നു, അതിരൂന്റെ വീടിക്കായിരുന്നു. പനിയുണ്ട പിന്നെ ചുമ ജലദോഷം ഛർദി ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാം, പഥ്യം വേണം. ഉപ്പിട്ട് ഇങ്ങനെ ചെല്ലട്ടെ, കഞ്ഞുള്ള ഇങ്ങനെ ചെല്ലട്ടെ. പിന്നെ പോണ വഴിക്ക് ആ കടയിൽ നിന്ന് കുറച്ച് കഷായം ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ സേവിക്കുക. വേണ്ട കാശൊന്നും വേണ്ട. പൊക്കോള. ശരി, അടിപൊളി. അതെ, മോണോ ആക്ട്. റിസൾട്ട് വന്നോ? എ ഗ്രേഡാ? എല്ലാ വർഷവും വരാറുണ്ടോ? ആദ്യമായിട്ടാണോ? അല്ല, ഞാൻ 1ാം ക്ലാസ് മുതൽ മോണോ ആക്ട് ചെയ്യുന്നതാണ്. ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ വരുന്നത്. ഇപ്പൊ ഏത് ക്ലാസ്സിലെത്തി? +1. 1ാം ക്ലാസ് മുതൽ വന്നിട്ട് +1-ലെത്തി. ഒരു വർഷവും കൂടി ആയിരുന്നുള്ളൂ. അതിന് തൊട്ട് മുമ്പ് അവൻ എത്തുകയും ചെയ്തു. അടിപൊളി മോനെ. അപ്പൊ തൃശ്ശൂരിലെ കുറച്ച് സ്കോറിൽ ഇവനും ഉണ്ട് പങ്ക് അല്ലേ? വേറെ ഐറ്റം ഉണ്ടോ എന്തേലും? വേറെ മൈം ഉണ്ടായിരുന്നു, അത് കിട്ടിയില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. ഒരെണ്ണം കിട്ടിയല്ലോ. അടുത്ത തവണ വീണ്ടും വരണം, മൈമിനും എ ഗ്രേഡ് വാങ്ങണം. ശരി. തൃശ്ശൂരുകാരെയും കണ്ണൂരുകാരെയാണ് കടന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തൃശ്ശൂരും കണ്ണൂരും തമ്മിൽ.